യൂറോപ്പിൽ വന്ന് നല്ല ഫ്രെയിമൊക്കെ വെക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഫ്രെയിം എടുത്ത് നോക്കിയാലും ഇതുപോലത്തെ കച്ചറകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തെന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മൾ നല്ല ഫ്രെയിമുകൾ തേടി നടക്കാൻ പോവുകയാണെങ്കിൽ ഇതുപോലത്തെ കച്ചറകൾ നമ്മുടെ കണ്ണിനെ സത്യം പറഞ്ഞാൽ മനം മടിപ്പിക്കുന്ന കുറേ കാഴ്ചകളാണ് ബൾഗേറിയയിലും റൊമാനിയയിലും ഒക്കെ കണ്ടത്. ഞാനിപ്പോൾ ഉള്ളത് റൊമാനിയയുടെ തലസ്ഥാനമായിട്ടുള്ള ബുക്കറസ്റ്റിലാണ്. ഞാൻ ഇവരുടെ പാർലമെൻറ്റ് മന്ദിരം കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെ നിന്നാകാം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ തുടക്കം. അപ്പോൾ ടെക് ട്രാവൽ ടു KL to UK യാത്ര, അതായത് ഇന്ത്യയിൽ നിന്നും ലണ്ടൻ വരെ ലാൻഡ് ബോർഡേഴ്സ് ക്രോസ് ചെയ്തുള്ള എൻ്റെ യാത്ര ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് റൊമാനിയ എന്ന രാജ്യത്താണ്. എൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിലെ ബസ് സ്റ്റോപ്പാണ്. അവിടെ നിന്ന് 104 നമ്പർ ബസ് വരുന്നതും കാത്ത് ഞാനിവിടെ നിൽക്കുകയാണ്. പുറത്ത് നല്ല തണുപ്പാണ്, കാണുന്ന പോലെയല്ല. -2ഉം -3ഉം ഒക്കെയാണ്. കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നുണ്ട്. ബസ്സിൽ കാർഡ് എടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. കയറി നോക്കാം. യെസ്, വാലിഡേറ്റായി. 3 റോൺ കട്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും ഏകദേശം 50 രൂപ. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ഡ്രാക്കുളയില്ലേ, ഡ്രാക്കുള കഥകളും ഡ്രാക്കുള ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ആ ഡ്രാക്കുളയുടെ കൊട്ടാരവും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റൊമാനിയയിലുണ്ട്. നമ്മൾ അത് കാണാൻ പോവും. അതിന് മുമ്പായിട്ട് നമ്മൾ മൾഡോവ പോയിട്ട് വരും. മൾഡോവ പോയിട്ട് തിരിച്ച് നമ്മൾ റൊമാനിയ വന്നിട്ടായിരിക്കും നമ്മളത് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ബസ്സിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ഇവിടുത്തെ കെട്ടിടങ്ങളും ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കാണുമ്പോഴത്തേക്കിനും ബൾഗേറിയനെക്കാട്ടി കുറച്ചും കൂടെ ഒക്കെ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബൾഗേറിയ കുറച്ചും കൂടെ പഴയ കെട്ടിടങ്ങളുണ്ടായിരുന്നു. ഇവിടെയും പഴയ കെട്ടിടങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും കുറച്ചും കൂടെ ഒക്കെ ഒരു ബെറ്റർ ഒരു സംഭവം ബൾഗേറിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും റൊമാനിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ആക്ച്വലി ഉള്ളത് ഈസ്റ്റേൺ യൂറോപ്പ് എന്ന് പറയുന്ന ആ ഒരു യൂറോപ്പിൻ്റെ ഈസ്റ്റേൺ ഭാഗമാണ്. ഈ തുർക്കിയുടെ സമീപത്തുള്ള സ്ഥലങ്ങളൊക്കെ ഈസ്റ്റേൺ യൂറോപ്പാണ്. ഈസ്റ്റേൺ യൂറോപ്പ് എന്ന് പറയുന്ന ഇവിടുത്തെ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഈ ബാൽക്കൻ രാജ്യങ്ങളടക്കമുള്ള പല രാജ്യങ്ങളും നമ്മുടെ പണ്ട് കാലത്ത് ഒട്ടോമാൻ്റെ ആൾക്കാർ കൈയടക്കി ഭരിച്ചിരുന്ന സ്ഥലങ്ങളാണ്. നമുക്കറിയാം തുർക്കി മുതലല്ല, തുർക്കിയിൽ നിന്നുള്ള ഒട്ടോമാൻ്റെ ആൾക്കാർ എവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഇതിനു മുമ്പുള്ള രാജ്യങ്ങളിൽ ഞാൻ പോയപ്പോൾ അവിടുത്തെ ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒട്ടോമാൻ്റെ ആൾക്കാർ ഭരിച്ചിരുന്ന രാജ്യങ്ങളാണ് ഇവിടെയുള്ള ഈസ്റ്റേൺ യൂറോപ്പിലെ അടക്കമുള്ള പല രാജ്യങ്ങളും. അതിനുശേഷം സോവിയറ്റ് യൂണിയൻ വന്ന സമയത്ത് സോവിയറ്റ് യൂണിയനും ഇവിടെ വന്ന് കുറേ സ്ഥലങ്ങൾ ഭരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഭാഗങ്ങളിലൊക്കെ കമ്മ്യൂണിസം വ്യാപിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ ആ ഒരു ആധിപത്യവും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് പിന്നീട് ഇങ്ങനെ പല രീതിയിൽ മാറി രാഷ്ട്രീയവും അതേപോലെ തന്നെയുള്ള സംഭവങ്ങളൊക്കെ മാറി പല സംഭവങ്ങൾ സംഭവിച്ച് അപ്പോൾ അങ്ങനെയാണ് ഫൈനലി ഈ റൊമാനിയ എന്ന് പറയുന്നൊരു രാജ്യം ഉണ്ടാകുന്നതും പിന്നീട് ഈ രാജ്യം ഇപ്പോൾ അവസാനം യൂറോപ്പിൽ ഷെങ്കൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. ബസ്സിൽ നിന്ന് ഇറങ്ങി ഇവിടെയുള്ള കെട്ടിടത്തിൽ വരെ ആൾക്കാർ ഇതൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ. ദൈവമേ, എന്തൊരവസ്ഥയല്ലേ. ബുക്കറസ്റ്റ് നഗരത്തിൻ്റെ മധ്യഭാഗത്തൂടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുമ്പിലായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കനാലായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇതൊരു റിവറാണ് കേട്ടോ. ഡാംബോവീത്ത റിവർ എന്നാണ് ഈ റിവറിൻ്റെ പേര്. ഡാംബോവീത്ത റിവർ. ഈ റിവർ ഇങ്ങനെ ഇവർ 2 വശവും ഇങ്ങനെ കെട്ടിയെടുത്ത് ഇങ്ങനെ സംരക്ഷിച്ച് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. വലിയ അനക്കോ ബഹളം തിരക്കൊന്നും ഇല്ലാത്തൊരു നഗരം. ആ പാർലമെൻറ്റ് കാണാനായിട്ട് ഞാൻ കുറച്ച് നടക്കണം. അതിൻ്റെ മുമ്പിൽ വലിയൊരു പാർക്കുണ്ട്. ആ പാർക്കിനകത്തൂടെ നടന്നു പോയാൽ പാർലമെൻറ്റ് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ നടന്ന് നമ്മുടെ പാലസ് ഓഫ് പാർലമെൻറ്റിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അതിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പാർലമെൻറ്റ് മന്ദിരം. അതായത് റൊമാനിയ എന്ന് പറഞ്ഞ അവരുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തുള്ള പാർലമെൻറ്റ് മന്ദിരമാണത്. അതിനകത്തേക്ക് നമുക്ക് സന്ദർശകർക്ക് പോകാനൊക്കെ സാധിക്കും. ഞാൻ എന്തായാലും ഇപ്പോൾ അതിനകത്ത് കയറുന്നില്ല. കാരണം ഈ ഒരു കെട്ടിടത്തിന് ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട്. അതെന്താണെന്നല്ലേ, ഒന്നും കാണാതെ ഞാനിവിടെ വരില്ലല്ലോ കാണാനായിട്ട്. ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന പാലസ് ഓഫ് പാർലമെൻ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സിവിലിയൻ ബിൽഡിംഗ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. വേൾഡ്സ് ഹെവിയസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് എന്നും നമുക്കിതിനെ പറയാം. അതായത് ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള ഒരു പാർലമെൻറ്റ് മന്ദിരം, ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പാർലമെൻറ്റ് മന്ദിരം. അങ്ങനെ ഒട്ടേറെ കഥകൾ ഈ ഒരു പാർലമെൻറ്റ് മന്ദിരത്തിന് പറയാനുണ്ട്. 13 വർഷം എടുത്തിട്ടാണ് ഈ ഒരു പാർലമെൻറ്റ് മന്ദിരം ഇവിടെ നിർമ്മിച്ചത്. 1997 നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് ഇത് ഉദ്ഘാടനം ചെയ്തത്. 1997 84 ഇതിൻ്റെ പണി ആരംഭിച്ചത്. ഒരു പോസ്റ്റ് മോഡേൺ നിയോ ക്ലാസിക്കൽ ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് ഇതിൻ്റെ നിർമ്മാണം. സത്യം പറഞ്ഞുകൊണ്ടല്ലോ ഇതൊരു ഒന്നൊന്നര സംഭവമാണ്. അത് ഇതിൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇവിടേക്ക് ഇങ്ങനെ കിടക്കുന്നത് ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് മഞ്ഞ് വീണിട്ടാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര അടിപൊളി ഗാർഡനും മറ്റ് സംഭവങ്ങളൊക്കെയാണ്. ഇതിൻ്റെ മുമ്പിൽ നിന്ന് കഴിയുമ്പോൾ
ഓ എൻ്റെ അമ്മ, ഇത്രയും വലിയ സംഭവമായിരുന്നോ ഇവിടുത്തെ പാർലമെൻറ്റ് എന്ന് നമുക്ക് തോന്നിപ്പോവും. 39,30,000 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. 40,98,500 ടണ്ണാണ് ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. അയ്യോ, നാല് ചോദിക്കേ, 4 ബില്യൺ യൂറോ മുടക്കിയാണ് ഈ ഒരു കെട്ടിടം എന്ന് തന്നെ പറയാൻ പറ്റുന്നേ, ഈ ഒരു കൊട്ടാരം ഇവിടെ നിർമ്മിച്ചത്. 4 ബില്യൺ യൂറോ. നമ്മുടെ US പെൻഡഗൺ ഇല്ലേ, പെൻഡഗൺ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞാൽ 3ാമത്തെ ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പാലസ് എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം 13 നിലകളുണ്ട്. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഏകദേശം 8 നിലയുണ്ട്. ഇതിൻ്റെ അടിയിലേക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക്, ആ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള 8 നിലകളിൽ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള നില എന്ന് പറയുന്നത് ന്യൂക്ലിയർ ബങ്കറാണ്. ആ ന്യൂക്ലിയർ ബങ്കറിൽ നിന്നും ഇവിടെ സമീപത്തുള്ള മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും പോകാനും വരുന്നതിനും വേണ്ടി 20 കിലോമീറ്ററോളം വരുന്ന ടണലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് നാളെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നേതാക്കന്മാർക്കും ബാക്കിയുള്ള ആളുകൾക്കൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ന്യൂക്ലിയർ ബങ്കർ ഉൾപ്പെടെയുള്ള പല സംഭവങ്ങളും ഇതിൻ്റെ അടിയിലുണ്ട്. എൻ്റെ പൊന്നെ, ഇതൊരു സംഭവം അല്ലേ. പിന്നെ ഈ കെട്ടിടം നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സാധന സാമഗ്രികളുടെ ഏകദേശം 99% വരുന്ന ഐറ്റംസും ഈ രാജ്യത്ത് നിന്ന് തന്നെ സ്വരൂപിച്ചതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയും സംഭവങ്ങൾ, അതായത് എല്ലാം കല്ലും പിന്നെ ബാക്കിയുള്ള എല്ലാ ഈച്ച് ആൻഡ് എവറി സ്റ്റഫ് മെയ്ഡ് ഇൻ റൊമാനിയ ആണെന്നാണ് പറയുന്നത്. നല്ല കാര്യമല്ലേ? അല്ലാതെ നമ്മൾ വേറെ പല സ്ഥലത്തും വേറെ പല രാജ്യത്തും കണ്ട പോലെ തന്നെ ചൈന നിർമ്മിച്ചു കൊടുത്ത പാർലമെൻറ്റ് മന്ദിരം ഒക്കെ ഉള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഏതാ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ കണ്ടതല്ലേ, ചൈന നിർമ്മിച്ചു കൊടുത്ത പാർലമെൻറ്റ് മന്ദിരമുള്ളൊരു രാജ്യം, സെൻട്രൽ ഏഷ്യൻ രാജ്യമായിരുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യൂ ഏതാണെന്നുള്ളത്. തലങ്ങും വിലങ്ങും എല്ലാം വിമാനം പോകുന്ന കാണാം. ഒരെണ്ണം അവിടെ ഉണ്ട്, ഒരെണ്ണം ഇവിടെ ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ. ഇത് ഏതോ ഒരു വലിയ വിമാനം, എന്താണെന്നൊന്നും അറിയില്ല. എനിക്ക് വിമാനം വരെ കറക്റ്റായിട്ട് കാണാം. അത്ര നല്ല ക്ലിയർ സ്കൈ ആണെന്ന്. ഇത്രയും ക്ലിയർ സ്കൈ ആയതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്നത്. -2, 3 ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ രാജ്യത്തൊക്കെ നമുക്ക് നമ്മുടെ പാർലമെൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇതുപോലൊരു ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുമോ അല്ലേ? ആ ഭാഗത്തൊക്കെ എത്ര സുരക്ഷ, എത്ര സേഫ്റ്റി, എത്ര സംഭവങ്ങളൊക്കെ ആയിരിക്കും. എൻ്റെ അമ്മ ഒന്നും പറയണ്ട. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കിനും ഇതിനകത്ത് വേണം ടൂറുണ്ട്. അപ്പോൾ ടൂർ എന്ന് പറയുന്നത് വി ആർ സോൾഡ് ഔട്ട് ടുഡേ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് സോൾഡ് ഔട്ട്. ഞാൻ അവിടെ നിന്ന് നടന്ന ആ പാർലമെൻറ്റിൻ്റെ മുൻഭാഗത്തെത്തി. ഇതാണ് പാർലമെൻറ്റിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ മെയിൻ ഫ്രണ്ട് സൈഡ്. അപ്പോൾ ഇനി ഞാൻ ആ ഓൾഡ് ടൗൺ ഭാഗത്തേക്ക് നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടൽ നാഷണൽ ഡി സ്റ്റാറ്റിസ്റ്റിക്ക, അതായത് ഏതോ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഏതോ ഒരു യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നത്. യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങുകളൊക്കെ എന്ത് സെറ്റപ്പാണ് അല്ലേ? ഇതൊക്കെ ഒരു ടിപ്പിക്കൽ ഒരു യൂറോപ്യൻ ബിൽഡിങ്ങുകളാണ്. ഇവിടെ റഷ്യ മുതൽ നമുക്ക് ഇങ്ങനത്തെ ബിൽഡിങ്ങുകളെല്ലാം കാണാൻ സാധിക്കും. യൂറോപ്പിൻ്റെ ഫ്ലാഗും അതേപോലെ തന്നെ ഇവരുടെ റൊമാനിയയുടെ ഫ്ലാഗും ഒക്കെ മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെന്ത് ബിൽഡിങ്ങാണ്? ഇൻ്റർനാഷണൽ എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഈ പ്രശ്നം. എല്ലാ കെട്ടിടങ്ങളിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കുത്തി വരച്ച് വൃത്തിയിടാക്കിയെടുത്ത് എനിക്കൊന്ന് യൂറോപ്പ് മൊത്തത്തിൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഫുള്ള് അങ്ങനെയാണ് മൊത്തത്തിൽ പരിപാടിയെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഒരു ചെറിയൊരു ദേവാലയമാണത്. എൻ്റെ മുമ്പിൽ ആൾക്കാരൊക്കെ കൂടി നിൽപ്പുണ്ട്. അപ്പോൾ ഇത് എന്താ സെൻട്രൽ എന്തോ ഒരു കുഞ്ഞ് അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു ചെറിയൊരു ചാപ്പലാണെന്ന് തോന്നുന്നു കേട്ടോ. കൊള്ളാം അല്ലേ? നല്ല ഭംഗിയുള്ളൊരു ചാപ്പൽ. പണ്ടത്തെ എന്തൊരു സംഭവമാണ്. നമ്മൾ ഈ പല നാട്ടുകളും, നമ്മുടെ നാട്ടിലൊക്കെ ഈ പുതിയ പള്ളി ഉണ്ടാക്കുന്നതിന് മുമ്പ് പഴയ കൊച്ചുപള്ളി ഉണ്ടാവില്ലേ, അതേപോലത്തെ ഒരു പഴയ കൊച്ചുപള്ളിയാണെന്ന് തോന്നുന്നു. അങ്ങനെ മുമ്പിൽ ഇവിടെ ആളുകൾ നമ്മുടെ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ പള്ളിമണിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി ഒരു ക്യൂ നിൽക്കുന്നുണ്ടോ നോക്കി, എത്ര അച്ചടക്കമാണെന്ന് നോക്കി. ഇവിടെ ഒരു പള്ളിമണിയുണ്ടേ. പള്ളിമണി ഭയങ്കര രസമുള്ളൊരു പള്ളിമണി. ഇതുപോലത്തെ ഒരു പള്ളിമണി ഞാൻ വേറെ എവിടെ കണ്ടിട്ടില്ല. സാധാരണ നമ്മൾ വലിയ ടവറായിട്ടല്ലേ കാണുന്നത്. ഇത് കൊള്ളാമല്ലേ? ഓ വാവ്, ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. എന്ത് രസമാണ്, എന്ത് ഭംഗിയാണ്. ഇത് കംപ്ലീറ്റ് നമ്മുടെ ഈ മൊസൈക്കില്ലേ, മൊസൈക്ക്, ആ മൊസൈക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ്. കണ്ടോ, ഇതൊക്കെ ഒട്ടിച്ചിരിക്കുന്ന കണ്ടില്ലേ? ഇതെല്ലാം ഈ മൊസൈക്ക് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത്ര ഡീറ്റെയിലിംഗ് ആണത്. എല്ലാം ഇവരുടെ ഭാഷയിലാണ്, റൊമാനിയൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. റൊമാനിയ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം എനിക്ക് തോന്നുന്നു ഇതൊരു സെക്യുലർ രാജ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നിരുന്നാലും 93% വരുന്ന ആളുകളും ഓർത്തഡോക്സ് ക്രിസ്തീയ മത വിശ്വാസികളാണ്. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളല്ല, പക്ഷേ സാധാരണ പ്രാവുകളാണ്. പക്ഷേ ഇവിടുത്തെ പ്രാവുകൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ നിങ്ങൾക്കൊക്കെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ഓടിപ്പോകത്തില്ലേ, പക്ഷേ ഇതങ്ങനെ ഓടിപ്പോകുന്നില്ല. വളരെ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പ്രാവുകളാണ്. കാരണം ഇവിടുത്തെ ആൾക്കാരങ്ങനെ പേടിപ്പിക്കത്തില്ലല്ലോ പ്രാവുകളെ, അതുകൊണ്ടായിരിക്കും. നല്ല രസമുണ്ടല്ലേ പ്രാവ്. ഇതിവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്.
ആഹാ, നല്ല അടിപൊളി, നല്ല പഴയ ഒരു ബിൽഡിംഗ് ആണ്. മൊത്തത്തിൽ നല്ലൊരു വൈബ്രൻറ്റ് സിറ്റി. അപ്പോൾ ഞാനങ്ങനെ നടന്ന് നമ്മുടെ ഓൾഡ് സിറ്റി ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് ഓൾഡ് സിറ്റി ഏരിയ. നമ്മൾ ഏതൊരു രാജ്യത്ത് ഏതൊരു നഗരത്തിൽ പോയാലും ഒരു ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടാവും. ഇവൻ നമ്മുടെ നാട്ടിൽ ഡൽഹിയിൽ പോയി കഴിഞ്ഞാലില്ലേ ഓൾഡ് ഡൽഹി എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചി പോലെയുള്ള മട്ടാഞ്ചേരി പോലെയുള്ള ഏരിയകളൊക്കെ ഉണ്ട്. ഇത് ഏത് രാജ്യത്ത് പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ആ ഒരു ഓൾഡ് ടൗൺ എന്ന് പറയുന്ന ഏരിയ അവർ വളരെ പൈതൃകം പോലെ അവർ കാത്തു സൂക്ഷിക്കും. വളരെ വൃത്തിയോടുകൂടി വളരെ നീറ്റായിട്ട് കാത്തു സൂക്ഷിക്കും. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കരിങ്കല്ലുകളൊക്കെ പാകി അത് മിക്ക സ്ഥലങ്ങളും വാഹന ഗതാഗതം പോലും പൂർണ്ണമായിട്ട് നിരോധിച്ചൊക്കെയാണ് ആ ഒരു ഏരിയയൊക്കെ അവർ പ്രിസർവ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ ഓൾഡ് ഡൽഹിയിലും അതേപോലെയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനവിടെ ഡൽഹി പോയ സമയത്ത് അവിടെ ഓൾഡ് ഡൽഹിയിൽ ചില ഭാഗങ്ങളിലൊക്കെ പെഡസ്ട്രിയൻ സ്ട്രീറ്റ് ആക്കി മാറ്റിയിരുന്നു. പിന്നെ നമ്മുടെ ആളുകൾ പിന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് മാറി വരും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പഴയ റൊമാനിയൻ സ്റ്റൈലിലുള്ള ഇവരുടെ പഴയ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പലതിലും ഹോട്ടലുകളും എയർബിഎൻബികളും റെസ്റ്റോറൻറ്റുകളും പലതുമാണ്. തണുപ്പായതുകൊണ്ടാണ് പുറത്ത് ആൾക്കാരെ കാണാത്തത്, എല്ലാവരും അകത്തായിരിക്കും. ഈ കാണുന്നതൊക്കെ റെസ്റ്റോറൻറ്റുകളാണ്. ഇത് കണ്ടില്ലേ, റെസ്റ്റോറൻറ്റിൽ നമുക്ക് തണുക്കാതെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഈ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, ഇതേപോലത്തെ കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഡോം പോലത്തെ കുറേ സെറ്റപ്പുകളൊക്കെ ഇവിടെയുണ്ട്. അതിനകത്ത് ഹീറ്റിംഗ് സമ്പ്രദായം ഉണ്ടാവും. അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ തണുക്കൂല. പിന്നെ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കൾപ്ചേഴ്സ് നമുക്ക് നഗരത്തിൻ്റെ പല സ്ഥലത്തും കാണാനും സാധിക്കും. ഇവിടെ ഇതുപോലെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം ചർച്ചുകളുണ്ട് കേട്ടോ. ഇത് ഈ കാണുന്നത് സെയിൻറ്റ് ഡെമെട്രിയസ് ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ചാണ്. അകത്ത് എന്തോ പ്രയറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് പറ്റുമെങ്കിലൊന്ന് കയറി നോക്കാം. ചർച്ചൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ, നല്ല രസമാണ്. അവിടെ അകത്ത് പ്രയർ നടക്കുകയാണ്. ഇവിടെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ഹോം മെയ്ഡ് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഇതുപോലെ പള്ളികളുടെ മുമ്പിൽ അത് കൊണ്ടുവന്ന് വിൽക്കാനായിട്ട് വെക്കും. അത് നമ്മുടെ കുടുംബശ്രീ പോലത്തെ പരിപാടികളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കടകളൊക്കെ കാണാം. മാസമൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകൾ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. പഴയ ഒരു പള്ളിമണി വെച്ചിരിക്കുന്നുണ്ടല്ലേ, 1919 ഇത് ഭയങ്കര മതവിശ്വാസികളാട്ടോ ഇവരെ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചർച്ച് ഓഫ് സ്ട്രാവ്രോപോലിയോസ് മൊണാസ്ട്രി എന്ന് പറയുന്ന ഒരു 1724 നിർമ്മിച്ച ഒരു ഓർത്തഡോക്സ് മൊണാസ്ട്രിയാണ് ഈ കാണുന്നത്. ഇത് 1900 ഇത് രണ്ടാമത് റീബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു എർത്ത് ഡാമേജ് ഉണ്ടായതിനു ശേഷം. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്ന ചുമർ ചിത്രങ്ങൾ പോലെ വളരെ മനോഹരമായിട്ടുള്ള ചുമർ ചിത്രങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞി മൊണാസ്ട്രിയാണ് ഈ കാണുന്നത്. കണ്ടോ, ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ഭാഗത്ത് വരുന്നത് വൈകുന്നേരങ്ങളിലാണ്. ഞാനിപ്പോൾ വരാൻ മെയിൻ റീസൺ എന്ന് പറയുന്നത് വൈകുന്നേരം വന്നാൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ, നമുക്കിതൊന്നും ഭംഗിയായിട്ട് ചിത്രീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. ഈ ഒരു ഗേറ്റിൽ 2 നില കെട്ടിടത്തിൻ്റെ വലിപ്പമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമോ? ഇതെന്താ സംഭവം? ബൻകാടി ക്രെഡിറ്റ് റോമൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. എല്ലാം ഇവരുടെ ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതെന്തോ ഒരു ഗവൺമെൻറ് ബിൽഡിംഗ് ആണ്, അതെനിക്ക് മനസ്സിലായി. മേ ബി എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും. പിന്നെ ഇവിടെ മൊത്തം റെസ്റ്റോറൻറ്റും ബാറും ഒക്കെയാണ് കംപ്ലീറ്റ്. ഞാൻ പറ്റുമെങ്കിൽ ഞാൻ വൈകിട്ട് ഇവിടെ വന്ന് ഞാൻ ഇവിടുത്തെ വൈബ് കാണിച്ചു തരാം കേട്ടോ. നോക്കട്ടെ ഞാൻ എങ്ങനെയാണ് വൈകിട്ടത്തെ പ്ലാൻ. ഉള്ള പോസ്റ്ററെല്ലാം കൂടെ ഒട്ടിച്ച് നശിപ്പിച്ചിരിക്കുന്ന എന്തോ ഒരു എക്യുപ്മെൻ്റാണ്, അതിൽ വരെ എന്തൊക്കെയോ ഒട്ടിച്ച് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കിനും ഇവിടെ കംപ്ലീറ്റ് കോഫി ഷോപ്പുകളും പിന്നെ റെസ്റ്റോറൻറ്റുകളും വൈബായി തുടങ്ങി. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രഡീഷണൽ റൊമാനിയൻ ഫുഡൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അത് ഏത് രാജ്യത്തെയും ട്രഡീഷണൽ ഫുഡൊക്കെ നമുക്കിവിടെ കഴിക്കാം. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. എല്ലാ ടൈപ്പ് റെസ്റ്റോറൻറ്റുകളും ഉണ്ടാവും. ഇത് ലവാസ് ഗ്രാൻഡ് കഫേ എ ബിസ്ട്രോ വിത്ത് ആർട്ട്. ഇതിവിടുത്തെ ഏതൊരു ഫേമസ് കഫേയാണ്. അതിനകത്ത് കയറാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുകയാണെന്ന് നോക്കി. എൻ്റെ പൊന്നു, ഇത്രയും വലിയ തിരക്കോ? ക്ലയൻസ് വിത്ത് റിസർവേഷൻ പ്ലീസ് വെയിറ്റ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്, ദോസ് വിത്തൗട്ട് റിസർവേഷൻ പ്ലീസ് വെയിറ്റ് ഓൺ ദ റൈറ്റ് സൈഡ്. റിസർവേഷൻ ചെയ്തിട്ട് വരുന്നവരും ഇവിടെ നിൽക്കണം, റിസർവ് ചെയ്യാതെ വരുന്നവരും ഇവിടെ നിൽക്കണം. അത് കൊള്ളാം, എന്തോ വലിയ സെറ്റപ്പാന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഓരോ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫീസുകളും ബിൽഡിങ്ങുകളും ഒക്കെയാണ് ഇടയ്ക്ക് കാണുന്നതൊക്കെ. ഇതൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു. ആ കാണുന്നത് ഒരു ഹോട്ടലാണ്. റെസ്റ്റോറൻറ്റ്, ബാർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുമ്പിൽ. എത്ര പഴക്കമുള്ള കെട്ടിടമായിരിക്കും, എന്ത് വിലയായിരിക്കും ആ കെട്ടിടമൊക്കെ ഇപ്പോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ അല്ലേ. ഞാനിപ്പോൾ എങ്ങോട്ടാണ് നടക്കേണ്ടത്? ഇങ്ങോട്ട് നടക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. മൊത്തത്തിൽ എവിടെ നോക്കിയാലും ഭംഗിയാണ്, ഏത് കെട്ടിടങ്ങൾ നോക്കിയാലും ഭംഗിയാണ്. ഈ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ഭംഗി ആസ്വദിച്ചിങ്ങനെ നടക്കുക എന്നുള്ളതാണ് യൂറോപ്പിൻ്റെയൊക്കെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്.
അതായത് ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടുത്തെ കെട്ടിടങ്ങൾ കാണാൻ പോലും ഭംഗിയാണെന്നേ എല്ലാം. വിൻ്റർ ആകുമ്പോഴത്തേക്കിനും ചില്ലും കൂട്ടി കയറുന്ന റെസ്റ്റോറൻറ്റുകളാണ് ഈ കാണുന്നത്. വിൻ്റർ മാറി സമ്മർ ആകുമ്പോഴത്തേക്കിനും ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ചില്ലൊക്കെ മാറി സെറ്റാവും. കംപ്ലീറ്റ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള റെസ്റ്റോറൻറ്റുകളാണ് ഈ ഭാഗം. കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റുകളും സുവനീർ ഷോപ്പുകളും ആർട്ട് സംഭവങ്ങളും അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു മെയിൻ സാധനമാണ് ഇപ്പം ഞാൻ പുതിയതായിട്ട് കണ്ടൊരു ട്രെൻഡ്. ഡോം സെറ്റപ്പിൽ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് പോകാവുന്ന ഒരു സെറ്റപ്പ് അല്ലേ? അത് കൊള്ളാമല്ലേ? അതിനകത്ത് ഹീറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ചൈനക്കാരൻ്റെ കണ്ടുപിടുത്തമായിരിക്കും മിക്കവാറും. അത് കൊള്ളാം പരിപാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ മൊത്തം പബ്ബുകളും ബാറുകളുമാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ്. ആൽക്കഹോൾ ഷോപ്പുകൾ കണ്ടോ? വി ആർ ദ പാർട്ടി സ്റ്റാർട്ടേഴ്സ്. ആൽക്കഹോൾ ഷോപ്പുകൾ ഒരു രാജ്യത്ത് പോകുമ്പോഴത്തേക്കിനും എത്ര വൃത്തിയോടെ എത്ര ഭംഗിയോട് കൂടിയാണ് ആൽക്കഹോളൊക്കെ വിൽക്കുന്നതെന്ന് അറിയാമോ? നല്ല ഭംഗിയുള്ള കടകളല്ല, അതൊരു സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ. എന്ത് ദൈവമേ, എന്ത് ലുക്കാണ് ഇതൊക്കെ. സൂഷി ഈ ഭാഗത്ത് ഭയങ്കര പോപ്പുലറാണെന്ന് തോന്നുന്നു. ഞാനൊരു 5-6 സൂഷി റെസ്റ്റോറൻറ്റുകൾ കണ്ടു ഇവിടെ. അതെ, കരോക്കെ, സ്പോർട്സ് ബാർ, പിന്നെ ഇവിടെയുള്ള പബ്ബുകൾ, ബാറുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇതൊക്കെ രാത്രിയാണ് പലതും ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഒരു 8 മണി 9 മണിയൊക്കെയാണ് പലതും ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പണിംഗ് ടൈം എഴുതി വെച്ചിരിക്കുന്നതാണ് രാത്രി. ഇതൊരു അണ്ടർപാസ്സാണ്, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അണ്ടർപാസ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഫർദർ മുന്നോട്ട് ഇങ്ങനെ നടക്കാൻ തീരുമാനിച്ചു. വാക്കിംഗ് ടൂർ ആണല്ലോ ബേസിക്കലി. നമ്മളൊരു സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കാലുകൾ ഉപയോഗിച്ച് നടക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പരിപാടി. ഈ ഡോണറും ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഈ തുർക്കിഷ് ആളുകൾ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് റെസ്റ്റോറൻറ്റ് മേഖലയിൽ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ റൊമാനിയ, ബൾഗേറിയ, ഈ പറഞ്ഞ പല രാജ്യങ്ങളിലും ഉണ്ട്. ഞാൻ അങ്ങനെ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇവർ രണ്ടുപേരും ഇവിടെ ഇത് നിതീഷ് ആൻഡ് സന്തോഷ്. നിതീഷ് എനിക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി ഞങ്ങൾ സ്ട്രീറ്റിൽ വെച്ച് മീറ്റ് ചെയ്തു. ഇവർ 20 വർഷത്തോളമായിട്ട് ഇവിടെയാണെന്നാണ് പറയുന്നത്. ആണോ? അതും വിത്ത് റൊമേനിയൻ ഭാര്യമാര് അല്ലേ? ഇവിടെ നിങ്ങളെവിടെ നാട്ടിലെ? കോട്ടയം, ഞാൻ തൊടുപുഴ. അപ്പോൾ അവർ രണ്ടുപേരും ഇവിടെ റൊമേനിയയിൽ ഇവിടത്തുകാരെയും കെട്ടി ജീവിക്കുകയാണ്. ഇവിടെ ജോലിക്ക് വേണ്ടി വന്നതാണ്. പണ്ട് IT റിലേറ്റഡ് ആയിട്ടുള്ള ജോലിക്ക് വേണ്ടി വന്നതാണ്. ഞാൻ IT-യും ഫുള്ളി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അടിപൊളി. അപ്പോൾ ഇപ്പം ജോലിയും ബിസിനസ്സും അങ്ങനെ പല പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ പോകുന്നു. പുള്ളി ഒരു വാക്ക് എന്നോട് പറഞ്ഞു, ഇവിടെ കല്യാണം കഴിച്ചിട്ട് ഇവിടെ പെട്ടുപോയിന്നല്ലേ? അതങ്ങനെ ഒരു വാക്കിനോട് പറഞ്ഞു. ശരിക്കും പെട്ടാണോ? അല്ലല്ലോ. പക്ഷേ എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫ്? കൂളായിട്ടുള്ള ജീവിതം. ആൾക്കാർ അവരുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കും, നമ്മൾ നമ്മുടെ കാര്യം ജീവിക്കുന്ന ഒരു കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഇവിടെ ഉള്ള ചിലവർക്ക് ഇന്ത്യ ഫിലിംസും അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ ഒക്കെ ഭയങ്കര ഫേമസ്. ഈവൻ സൽമാൻ ഖാന്റെ ഗേൾ ഫ്രണ്ട് വരെ റൊമേനിയക്കാരിയാണ്. ആണോ? യൂലിയ മന്ദു എന്നും പറഞ്ഞു. അതുപോലെ വെരിഫൈഡ് ആണോ അതൊക്കെ? അത് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ ടാക്സിയിലൊക്കെ കയറുമ്പോൾ അവർ ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ സൽമാൻ ഖാൻ അറിയാം? ഞാൻ പറയും സൽമാൻ ഖാന്റെ ബ്രദറാന്ന് പറയും. റഷ്യൻ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ടൈമിൽ ഇന്ത്യൻ മൂവീസ് ആയിരുന്നു, ഹോളിവുഡ് മൂവി വരില്ലായിരുന്നു. ഇന്ത്യൻ മൂവീസ് അവിടെ കാണിച്ചോണ്ട് രാജ് കപൂർ ഒക്കെ ഇവിടെ ഭയങ്കര ഫേമസ്. അത് ഈ പൊതുവെ ഈ സെൻട്രൽ ഏഷ്യൻ മുതൽ ഈ ഒരു ഭാഗം വരെ ഈ സോവിയറ്റിന്റെ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ ഏകദേശം ഇന്ത്യൻ മൂവീസും മറ്റുമൊക്കെ ഫേമസ് ആണ്. പിന്നെ ഇപ്പോൾ ഇന്ത്യക്കാർ കുറേ പേര് വന്നിട്ട് നമ്മുടെ പേരൊക്കെ കളയുന്നുണ്ട്. എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഇവിടെ അത്ര ഇന്ത്യക്കാരില്ല. എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇവിടെ ആൾക്കാർ ഇച്ചിരി കൂടെ വെൽ ബിഹേവ്ഡ് ആണ്. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ എവിടെ? ഇത് ഏതാ സ്ഥലം? ഇത് കാല വിക്ടോറിയ എന്ന് പറഞ്ഞ ഒരു മെയിൻ സ്ട്രീറ്റ് ആണ്. ഈ സ്ട്രീറ്റ് പല ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ പിയാസ റെവല്യൂഷൻ എന്ന് പറഞ്ഞ ഇവിടെ റൊമേനിയൻ റെവല്യൂഷൻ നടന്ന ആ സ്ക്വയറിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഓക്കെ. നിങ്ങളുടെ ഭാര്യമാർ ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കുമോ? പിന്നെ ബിരിയാണി ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ പഠിച്ചു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇന്ത്യൻ ഫുഡാണോ കഴിക്കുന്നത്, ഇവിടുത്തെ ഫുഡാണോ കഴിക്കുന്നത്? ഇവർക്ക് അത്ര എരിവ് ഇഷ്ടമില്ല നമ്മുടെ അത്രയും പോലെ. അതുകൊണ്ട് മാറി. പക്ഷേ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഓക്കെ. എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിപ്പോയി. ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നു എന്ന് പറയുമ്പോഴത്തേന്. കാരണം നമ്മളെല്ലാവരും കൂടുതലും ആൾക്കാർ ലോങ് ടേം ജീവിക്കുന്നത് കൂടുതലും UK, പിന്നെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, US ഒക്കെ അല്ലേ. റൊമാനിയ പോലൊരു രാജ്യത്ത് ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് കരുതി കണ്ടപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. റൊമേനിയ IT പോലത്തെ ജോലിക്കൊന്നും സാലറി ഇന്ത്യക്കാളും ഒക്കെ ഒത്തിരി കൂടുതലാണ്. ആണോ? പിന്നെ ഞാൻ ലോകത്ത് ഒരുമാതിരിപ്പെട്ട ഒരു 5-6 രാജ്യത്ത് വർക്ക് ചെയ്തിട്ടുള്ളൂ. സ്പെയിന്, ജർമ്മനി, US അങ്ങനെ പലയിടത്തും. ഇവിടെ അത്ര മോശമല്ല, ക്വാളിറ്റി ഓഫ് ലൈഫ് അത്ര മോശമല്ല. ഇപ്പൊ പിന്നെ ഷെങ്കനിൽ കയറി അല്ലേ? ഷെങ്കൻ കയറിയോണ്ട് നമുക്ക് വലിയ അഡ്വാൻറ്റേജ് ഒന്നുമില്ല. നമുക്ക് എന്നാണേലും അവിടെ പോയി വർക്ക് ചെയ്യണം. ഇന്ത്യക്കാർക്ക് വർക്ക് പെർമിറ്റ് വേണം.
പക്ഷേ നമുക്കൊരു പക്ഷേ ഇവിടത്തുകാർക്ക് മൊബിലിറ്റി കിട്ടും. ഇവിടത്തുകാർക്ക് വേണ്ട, ഇവർക്ക് വേണ്ട. ഇവർക്ക് ഷെങ്കനിൽ ഏത് രാജ്യത്ത് പോലും വർക്ക് ചെയ്യാവും. അതാണ് ഗുണം അല്ലേ? അതുകൊണ്ടാണ് ഇവിടുന്ന് മിക്കവരും ഇറ്റലിക്കും സ്പെയിനും ഒക്കെ. അടിപൊളി. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ റവല്യൂഷൻ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു റൊമേനിയൻ റവല്യൂഷൻ സ്ക്വയറിൻ്റെ ആ ഒരു സ്ഥലത്താണ്. ഈ റൊമേനിയൻ റവല്യൂഷൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി റൊമേനിയയുടെ ചരിത്രം ഞാൻ പറഞ്ഞാണ്. പണ്ട് ഒട്ടോമാൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1944 മുതൽ 58 വരെ ഇവിടെ സോവിയറ്റ് യൂണിയൻ റൊമേനിയ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റൊമാനിയ വേൾഡ് വാറിൻ്റെ സമയത്ത് ജർമ്മനിയുമായിട്ട് അലി ചേർന്ന് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു. സോവിയറ്റിൻ്റെ ആ ഒരു ഇതിൽ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് റൂൾ വന്നു. 1948 മുതൽ 89 വരെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. അതിനുശേഷം 1989 ആ ഒരു കാലഘട്ടത്തിൽ അതിന് മുമ്പായിട്ട് നിക്കോള ചൗഷസ്കു എന്ന് പറഞ്ഞ ഒരു വ്യക്തി 24 വർഷം ഇവിടെ റൊമാനിയ ഭരിച്ചു. അതായത് അദ്ദേഹം ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആയിരുന്നു എന്നാണ് ഇവിടെ ഇപ്പോൾ ഇവരാണ് എന്നോട് ഈ കഥകളൊക്കെ പറഞ്ഞത്. ഞാൻ അതിന് ശേഷം പിന്നെ കുറേ കാര്യങ്ങൾ വായിച്ചാണ് ഞാനിപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ ഈ നോർത്ത് കൊറിയയിലൊക്കെ നടന്നിരുന്ന പോലെ കുറേ കാര്യങ്ങൾ ഭയങ്കരമായിട്ടൊരു അൺറിയലിസ്റ്റിക് ഡേഞ്ചറസ് ഒരു അവസ്ഥയായിരുന്നു റൊമേനിയൻ ജനതയ്ക്ക് ആ ഒരു നിക്കോളെ ചൗഷസ്കുവിൻ്റെ ആ ഒരു ഭരണത്തിൻ്റെ സമയത്ത് നേരിടേണ്ടി വന്നിരുന്നത്. ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഇവിടെ. പിന്നെ ഒരു കാര്യമുണ്ട്, അയാൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ റൊമേനിയയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പല കെട്ടിടങ്ങളും പല സംഭവങ്ങളും പല കാര്യങ്ങളും അദ്ദേഹം നിർമ്മിച്ചു എന്നുണ്ടെങ്കിലും അദ്ദേഹം ഭയങ്കര ഒരു നികൃഷ്ട ജീവിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. 1989 ഇവിടുത്തെ ആളുകൾ അദ്ദേഹത്തെ പല രീതിയിൽ പല എന്താ പറയുക സംഭവങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തെ അവസാനം ട്രയൽ ചെയ്ത് വിചാരണ ചെയ്ത് കൊന്നു. പുള്ളിയുടെ ആ സമയത്ത് ഇവിടെ ഒരു പാർലമെൻ്റ് ആയിരുന്നു. ഇവിടെ നിന്ന് പുള്ളി ഒരു സ്പീച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. ആ സ്പീച്ചിൽ ആൾക്കാർ അദ്ദേഹത്തെ കൂവി കൊല വിളിച്ച് ഇതിൻ്റെ മേളിൽ നിന്ന് ഒരു ഹെലികോപ്റ്ററിൽ കയറി പുള്ളി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം 1989 ശേഷം 2004 റൊമേനിയ നാറ്റോയിൽ ജോയിൻ ചെയ്യുന്നതും പിന്നീട് 2007 റൊമേനിയ EU അതായത് യൂറോപ്യൻ യൂണിയനിൽ കയറുന്നതും. അപ്പോൾ അങ്ങനെ ഒരു വളരെ വലിയൊരു ചരിത്രം റൊമേനിയയ്ക്കുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു റൊമേനിയൻ റവല്യൂഷൻ സ്ക്വയറിൽ നമുക്ക് ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ആ പല കാര്യങ്ങളും നമുക്ക് ഓർക്കാൻ സാധിക്കും. ഇവിടെ ഈ താഴെ കാണുന്നത് കണ്ടോ, ഇത് ഈ തടിയാണ് കണ്ടോ, ഇങ്ങനെ തടി കഷ്ണങ്ങൾ ഇങ്ങനെ വെട്ടി മുറിച്ച് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സ്ക്വയർ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റൊമേനിയൻ വിപ്ലവം അതിൻ്റെ ഒരു സ്മരണാർത്ഥം ചെയ്തിരിക്കുന്ന ഒരു സ്ക്വയറാണ് ഇത്. ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് കയറി. അപ്പോൾ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയിരിക്കുന്നത്, ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ ഞാനൊരു സാൽമൺ ഓർഡർ ചെയ്തു, സാൽമൺ വിത്ത് എന്തോ ലെമൺ സോസ്. ഇവരൊരു ലസാന, അതെന്താ സംഭവം, ചിക്കൻ ബ്രസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് എനിവേ നൈസ് മീറ്റിംഗ് യു. സന്തോഷം കണ്ടതിൽ സന്തോഷം. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബത്തോട് അന്വേഷണം പറയുക. നാട്ടിലൊക്കെ വരാറുണ്ടോ? പിന്നെ എല്ലാ വർഷവും നമ്മൾ വരും. ഉണ്ടല്ലേ. എന്തായാലും റൊമാനിയ വാസ് ബ്യൂട്ടിഫുൾ. ഇനിയും കുറേ സ്ഥലങ്ങൾ ഞാനിനി മോൾഡോവയൊക്കെ പോയിട്ട് തിരിച്ച് വീണ്ടും റൊമാനിയയിലൊക്കെ കാണാൻ വരും. അപ്പോൾ കാണാം. ചെയ്യൂ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായും ഞാൻ വിളിക്കാം. ഓക്കെ, സെൽഫിയും കൂടെ എടുത്തേക്കാം. പിന്നെന്താ. അപ്പോൾ അടിപൊളി. റൊമാനിയയുടെ ഹൈക്കോർട്ട് ബിൽഡിംഗ് ആണ് കാണുന്നത്, കണ്ടില്ലേ? ഹൈക്കോർട്ട് ഓഫ് റൊമാനിയ. കൊള്ളാം, നല്ല മനോഹരമായിട്ടുള്ള മറ്റൊരു ബിൽഡിംഗ്. ഞാനേ ഇവിടുന്ന് എൻ്റെ ഹോട്ടലിലേക്ക് പോകാനായിട്ട് ഒരു ടാക്സി ബുക്ക് ചെയ്തു. ഇവിടെ ടാക്സി ആണ് ഇവിടുത്തെ ഈസിയസ്റ്റ് ഓപ്ഷൻ. കാരണം മെട്രോയും ബസ്സൊക്കെ ഇടങ്ങി 2-3 ഇത് മാറി കയറണം. എനിക്കിനി പോയിട്ട് എനിക്ക് അടുത്ത ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. പിന്നെ അത് മാത്രമല്ല ഭയങ്കര തണുപ്പാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ജാക്കറ്റൊന്നും പറ്റില്ല, എക്സ്ട്രീം തണുപ്പാണ്. സോ ഇത് പറ്റില്ലാത്തതുകൊണ്ട് ഐ ആം ഗോയിങ് ടു ഹോട്ടൽ. എന്നിട്ട് തിരിച്ച് വൈകിട്ട് നമുക്ക് ഇവിടുത്തെ നൈറ്റ് ലൈഫ് കാണാൻ ഇറങ്ങണ്ടേ? Yes. Very cold outside. No, man. It is very cold for me. For you? Yeah, not for you. For me, no. Okay, it's okay for you? Yeah. Okay, what is your name, brother? Sorry? What is your name? Daniel. Daniel? Yes. Nice to meet you, Daniel. You India? I'm from India. Okay. Yeah. For language? Huh? You speak language the English? Yeah, I speak English. Yeah. Yes. Me working in UK? No. No, me. I'm You? working UK. UK? Yeah, my boss Uh-huh. is the Pakistan. Oh, your boss was from Pakistan? Yeah. Okay. In UK? Yes. Oh, that's London, nice. London. Okay, why you came back? Have problem the mom here. Uh-huh. I'm coming. Okay. for my mom. Okay, I understand. I appreciate that. You're here to take care of your mom. Yeah. That's nice. Maybe. Yeah, that's nice. You come the holiday here? Yeah, I come for holiday. I'm traveling. Good. Yes, I'm traveling. Romania is good. Yeah.
ഇന്ന് ഞാൻ പ്രതീക്ഷയിലും ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ ഈ ജാക്കറ്റ് ഇട്ടിട്ട് പോയിട്ട് ആകെ പണി വാളിയും. ഒട്ടുക്കത്തെ തണുപ്പ്. ജാക്കറ്റും കൂടെ മാറണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റൂമിൽ വന്നത്. ആംബുലൻസ് ആയിരുന്നല്ലേ. ഞാൻ രാത്രിയിൽ ഓൾഡ് ടൗൺ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമുക്ക് രാത്രിയൊന്നും ആയിരുന്നില്ല, 6 മണി ആയതേ ഉള്ളൂ. ഇവിടെ ഇരുട്ടി പണ്ടാൻ തുടങ്ങും, അതാ പ്രശ്നം. ഞാൻ രാവിലത്തെ സെയിം ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുന്നു. നമ്മുടെ ബസ് വന്നു. വർക്കായില്ലേ? യെസ്, വർക്കായി. വീണ്ടും കാശ് പോയില്ല. 3 പൈസ, 3 രൂപ പോയി, 3 രൂപ. അങ്ങനെ ഞാൻ ബസ്സിൽ നിന്നിറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഓൾഡ് ടൗൺ ഭാഗത്ത് പോകണം. ഇവിടെ കുറച്ച് നടക്കണം. ഓൾഡ് ടൗൺ എന്താ എങ്ങനെ എന്നൊന്നും അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഞാനിവിടെ അമ്മയുമായിട്ട് ഫോൺ കോളിലാണ്. പറഞ്ഞോ അമ്മ, കുഴപ്പമില്ല, പറഞ്ഞോ. ഞാനിന്ന് ഇന്ത്യൻ ഫുഡ് കഴിക്കണോ റൊമാനിയൻ ഫുഡ് കഴിക്കണോ? എന്ത് കഴിക്കണം? അമ്മ പറയുന്നല്ലേ ഞാൻ കഴിക്കും. ഏതാ എന്താ കഴിക്കണ്ടേ? അത് ഇവിടെ നടന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ അതിഥി ഇന്ത്യൻ ഫുഡ് എന്നും പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ ഇങ്ങനെ അവിചാരിതമായിട്ട് കണ്ടതാ. ഇത് ബുക്കറസ്റ്റ്, റൊമാനിയ. അമ്മ എന്താ വിചാരിക്കുന്നത്? അമ്മയുടെ മോൻ ഇന്ന് ബുക്കറസ്റ്റിലാണ്, ഇന്ന് റൊമാനിയയിലാണ്. നാളെ അമ്മയുടെ മോൻ മോൾഡോവ എന്ന് പറഞ്ഞ രാജ്യത്ത് പോവും. അത് കഴിഞ്ഞ് മറ്റന്നാളെ തിരിച്ച് റൊമാനിയ വരും. അത് കഴിഞ്ഞ് ഹംഗറി പോവും. എന്താ അല്ലേ? ഞാൻ ഇന്ന് വീഡിയോ കണ്ടപ്പോ സത്യം പറയാൻ പേടിച്ചത്. ഞാൻ അമ്മയോട് പറയാൻ ചെയ്തു, ഒരു മനുഷ്യനില്ലാത്തൊരു, അയ്യോ ബൾഗേറിയ ടെറർ ആയിരുന്നു അമ്മ. ഞാൻ പേടിച്ചു പോയി. ഒരു വൃത്തിയില്ലാത്ത. നമ്മൾ ഇന്ത്യക്കാർ നമ്മളെ കുറ്റം പറയും, പക്ഷെ ഇതിനപ്പുറത്തെ വൃത്തിയായിട്ട സ്ഥലങ്ങൾ വേറെ ഉണ്ട്. അതല്ല, നീ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകരുത്. ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു അവനോട്. ഞാൻ അമ്മയ്ക്ക് അറിയത്തില്ല, ഞാൻ രാത്രി പേടിച്ച നടന്നത്. അമ്മയ്ക്കറിയോ? എനിക്കറിയാം. അണ്ടർപാസിൽ കൂടി നടന്ന ഒരു മനുഷ്യനില്ല അവിടെ. അയ്യോ ഒന്നും പറയണ്ട. ഞാൻ ഇപ്പൊ വിളിക്കാം. ഞാൻ അകത്ത് കയറി ഫുഡ് ഓർഡർ ചെയ്തിട്ട് വിളിക്കാം. ഞാൻ ഇന്ത്യൻ ഫുഡ് കണ്ടപ്പോഴത്തേക്കിനും പ്രലോഭനമായി വീണ്ടും. ഇന്നലെ ഞാൻ ഇന്ത്യൻ ഫുഡാണ് കഴിച്ചത്, ചോറും മീൻ കറിയും. പക്ഷെ ഇന്ന് ഇന്ത്യൻ ഫുഡ് കഴിഞ്ഞപ്പോഴത്തേക്കിനും വീണ്ടും പ്രലോഭനമായി. ഓക്കെ, ഞാൻ വിളിക്കാം. ശരി, ഓക്കെ, ശരി, ഓക്കെ. അയ്യോ വേറൊരു ഷോപ്പ്, സെക്സ് ഷോപ്പോ? ഇത് തന്നെ സെക്സ് ഷോപ്പ്. അയ്യോ അത് വേറെന്താ ഷോപ്പ്? അതല്ല, ഇന്ത്യൻ ഷോപ്പ്, ഇന്ത്യൻ ഫുഡ്. ഇവിടെ കയറാം. ഇതെന്താ? ഇത് ഇന്ത്യൻ അല്ലേ, നേപ്പാളി അല്ലേ? എന്തെല്ലോ കേട്ടോ, പോയി കയറി കഴിക്കാം. യൂറോപ്പിൽ പ്രത്യേകിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യും. എവിടെയാണെന്നറിയോ? ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ബസ്സിൽ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത സീറ്റ്, തൊട്ടടുത്ത സീറ്റ് കാലിയാണെന്നുണ്ടെങ്കിൽ അവിടെ ആരും വന്നിരിക്കില്ല. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചുള്ള കാര്യമാണ്. നമ്മുടെ അടുത്ത് ഇരിക്കാനായിട്ട് ചില ആളുകൾക്ക് മടിയാണ്. ഇന്ന് ഞാനിപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു. ഒരു അമ്മയും മോനും. അപ്പോൾ ആ മോനെ ഇരിക്കണമെന്നുണ്ട്. അപ്പോൾ ആ മോൻ എൻ്റെ അടുത്ത് ഇരിക്കാനായിട്ട് വന്നു. അന്നേരം അമ്മ മോനെ പിടിച്ചു മാറ്റി കൊണ്ടുപോയി. അവന് അവിടെ ഇരിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു മാറ്റി കൊണ്ടുപോയി. അതെനിക്ക് വല്ലാതെ ഇൻസൾട്ടായി. ബസ്സിൽ സ്ഥലമില്ല, ഞാൻ ഇരിക്കുന്ന സീറ്റ് മാത്രമേ ഉള്ളൂ. എൻ്റെ തൊട്ടിപ്പുറത്തെ സീറ്റ് കാലിയാണ്. അവിടെ ഇരിക്കാനായിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ശ്രമിച്ചു, പക്ഷേ അവർക്ക് ആർക്കും ഇരിക്കാൻ തോന്നിയില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അതൊരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷനാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ചില ആൾക്കാർ നമ്മൾ ഇന്ത്യക്കാരെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ അടുത്ത് വന്ന് ഇരിക്കാതെ പോകുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇത് ഒരു നേപ്പാളീസ് റെസ്റ്റോറൻ്റ് ആണെന്ന് മനസ്സിലായി. ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു നേപ്പാളിൽ നിന്നുള്ളവരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു നൂഡിൽസും മൊമോയും പറഞ്ഞു. നേപ്പാളിൻ്റെ മെയിൻ സംഭവമാണല്ലോ. ഇവിടെ വന്നിട്ട് ഞാൻ ഇന്ത്യൻ ഫുഡ് പറഞ്ഞാൽ ശരിയാകില്ലല്ലോ. സോ ഞാൻ നേപ്പാളീസ് ഫുഡായിട്ടുള്ള നൂഡിൽസും മൊമോയും പറഞ്ഞു. സോ ഐ ഹോപ്പ് ദേ വിൽ ഗെറ്റ് മീ എ വെരി ഗുഡ് ഫുഡ്. ലെറ്റ് മീ സീ. ഇവിടെ ഇഷ്ടം പോലെ നേപ്പാളികളുണ്ട്. ഞാനിവിടെ വേറൊരു ഫോണിലായിരുന്നു. അതിനിടയ്ക്ക് സൂപ്പ് വന്നായിരുന്നു. ഞാൻ സൂപ്പ് ഫുള്ള് പകുതി മുക്കാലും കുടിച്ച് കൊടുത്തു. അതിനിടയ്ക്ക് നമ്മുടെ നൂഡിൽസ് വന്നു. കണ്ടില്ലേ, നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പോലത്തെ നല്ല അടിപൊളി നൂഡിൽസ്. അതിനകത്ത് ചിക്കൻ മൊമോ ഒക്കെ ഉണ്ട്. കണ്ടില്ലേ, നോക്കി മോമോസൊക്കെയുള്ള അടിപൊളി നൂഡിൽസ്. നോക്കി കൊള്ളാം അല്ലേ? നല്ല സ്പൈസി, ഹോട്ട് ആൻഡ് സ്പൈസി നൂഡിൽസ്. റൊമാനിയയിലാണേ. നല്ല നേപ്പാളി പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോണ്ട് ഞാൻ നേപ്പാളി ഫുഡാണ് കഴിക്കുന്നത്. അടിപൊളി. നേപ്പാളി കിട്ടുമല്ലോ ഇത്ര നല്ല നൂഡിൽസ്. ഇന്ന് വെറൈറ്റിയാണ്, നേപ്പാളി ഫുഡാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നല്ലൊരു മസാല ചായയും അടിപൊളി, നല്ല അടിപൊളി നൂഡിൽസ് ആയിരുന്നു കേട്ടോ. ശരിക്കും പാട്ടൊക്കെ കേട്ട് ഞാൻ നേപ്പാളിൽ എവിടെയോ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നൊരു ഫീൽ എനിക്ക്. ഇത് റൊമാനിയാണോ നേപ്പാളാണോ എന്നൊരു ഫീല്. आप लोग नेपाल में किधर? हम लोग उधर किधर? दांग साइड, मध्य पश्चिमांचल है। मध्य पश्चिमांचल। आपको नेपाल पता है? मैंने नेपाल में गया, वो 3-4 बार गया मैंने.
काठमांडू, पोखरा और नेपाल से तिब्बत में गया. हम लोग का पोखरा से भी और पश्चिम में. हाँ ओके. पोखरा से उत्तराखंड मार्ग से उधर नहीं वो उधर नहीं जाएगा. उधर नहीं. ठीक है. खाना बढ़िया था. താങ്ക് യു. താങ്ക് യു. ഇത് പേര് മാത്രമേ ഇന്ത്യൻ എന്നുള്ളൂ കേട്ടോ. പേര് മാത്രമേ ഇന്ത്യനുള്ളൂ. ഇവിടെ ഫുൾ നേപ്പാളി ഫുഡായിരുന്നു. അത് മാത്രമല്ല ഫുള്ള് നേപ്പാളി ആൾക്കാരുമാണ് വരുന്നതും കഴിക്കുന്നതും ഉണ്ടാക്കുന്നതും പരിപാടികളും ഒക്കെ. അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇവിടെ ഇഷ്ടം പോലെ നേപ്പാളി ആളുകളുണ്ട്. നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നുള്ള ആൾക്കാർ ജോലിക്കാരായിട്ട് വരുന്നുണ്ട് ഇവിടെ. ഇന്ത്യക്കാരെ കാട്ടി കൂടുതൽ നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. ഈ കാണുന്ന കട കണ്ടോ? ഇതെന്താ സംഭവം അറിയോ? സെക്സ് ഷോപ്പ്. 18+ ആണ് ഈ സംഭവം. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്സ് ടോയ്സ് പിന്നെ അതേപോലെ തന്നെ അങ്ങനെയുള്ള പല പല സംഭവങ്ങളും വാങ്ങിക്കാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ലീഗലാക്കി കഴിഞ്ഞാൽ പീഡനം, ബലാത്സംഗം പോലെയുള്ള പല കാര്യങ്ങളും ഒഴിവായി കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഗവൺമെൻറ് ഇപ്പോഴും ഈ കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക പുറകോട്ടാണ്. നമ്മുടെ നാട്ടിൽ നിരോധിച്ച 2 സാധനങ്ങൾ എന്താണെന്നറിയോ? ഒന്ന്, വിദേശത്തുനിന്ന് കൊണ്ടുവരാൻ പാടില്ലാത്ത 2 സാധനങ്ങൾ. ഒന്ന് നമ്മുടെ സിഗരറ്റ്സ്, അതായത് നമ്മുടെ ഇലക്ട്രോണിക് സിഗരറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ നാട്ടിൽ നിരോധിച്ചിട്ടുണ്ട്. അത് കൊണ്ടുവന്നാൽ ഭയങ്കര ക്രൈമാണ്. പിന്നെ സെക്സ് ടോയ്സ്. ഈ 2 സാധനങ്ങൾ ഇന്ത്യയിലേക്ക് വേറെ ഏതെങ്കിലും രാജ്യത്തു നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഭയങ്കര ക്രൈമാണ്. ഈ സെക്സ് ടോയ്സൊക്കെ നിരോധിക്കേണ്ട ആവശ്യമുണ്ടോ? വല്ല ആവശ്യമുണ്ടോ? ഇതൊക്കെ നിരോധിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ വാങ്ങിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പീഡനം, ബലാത്സംഗമൊക്കെ മാറും എന്നുള്ളതാണ്. ഇത് കണ്ടില്ലേ? ഇതെന്തോന്നടി? ഇന്ത്യൻ ബൊട്ടിക്ക. ദൈവമേ, ഇത് റൊമാനിയ തന്നെ അല്ലേ? ഓ മൈ ഗോഡ്. ഞാൻ യൂറോപ്പിൽ റൊമാനിയയിൽ തന്നെ അല്ലേ? എനിക്കൊരു സംശയം. പക്ഷേ ഇവിടെ ഇന്ത്യക്കാരെ ഒന്നും ഞാൻ അധികം ആൾക്കാരെ കണ്ടില്ല. വളരെ കുറച്ച് ആൾക്കാരെ കണ്ടുള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ റൊമാനിയയിൽ ജോലിക്ക് വന്നിരിക്കുന്ന ഇപ്പോൾ ഈ പുള്ളി ഇവിടുത്തെ വേറെ ഏതോ നാട്ടുകാരനാണ്, ഫുഡ് ഡെലിവറിക്ക് വന്ന ആളാണ്. അതായത് ബംഗ്ലാദേശികൾ, ശ്രീലങ്കൻസ്, പിന്നെ നേപ്പാളി. ഞാനിപ്പോൾ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്ര ആൾക്കാരാണ് നേപ്പാളികളെ ഞാൻ കണ്ടത്. അതുപോലെ ആൾക്കാരുണ്ട് ഇവിടെ. നമ്മളൊക്കെ ഇമിഗ്രൻസ് ആണ് ഇവിടെ. നമ്മൾ ടൂറിസ്റ്റുകളാണെങ്കിലും ഇവരൊക്കെ പല സമയത്തും നമ്മളെ ഒരു ഇമിഗ്രൻ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കാണുകയുള്ളൂ. അതങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പല സമയത്തും നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളെ ആദ്യം ഒരു ഇമിഗ്രൻ്റ് ചൊവ്വയോടുകൂടിയേ ഇവർ ബേസിക്കലി കാണുകയുള്ളൂ. അത് യൂറോപ്പ്, പ്രത്യേകിച്ച് യൂറോപ്പ് മാത്രമല്ല പല രാജ്യങ്ങളിലും അങ്ങനെയാണ്. നമുക്ക് ഫീൽ ചെയ്യും. ഈവൻ എല്ലാവരും ഇമിഗ്രേഷൻ മുതൽ തുടങ്ങുന്നത്. ഞാനിപ്പോൾ നടന്ന് നമ്മുടെ ഓൾഡ് ടൗൺ ആ ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ തന്നെ ആയിരുന്നു ഞാനിപ്പോൾ ഉണ്ടായിരുന്നത്. ഈ ഇവിടത്തൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പകല് കാണുന്ന സ്ഥലങ്ങൾ രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർലി ഒരു ഡിഫറൻറ്റ് കാഴ്ചയായിരിക്കും നമ്മൾ കാണുക. ഇതെന്താ എഴുതിയിരിക്കുന്നത്? മാഗസിനുൽ ബുക്കറസ്റ്റോ എന്തൊരു സംഭവം, എന്തോ ഒരു ഹോട്ടലോ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. എൻ്റർലി ഡിഫറൻറ്റ് കാഴ്ചയായിരിക്കും നമുക്ക് രാത്രി വരുമ്പോൾ കാണുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് നമ്മുടെ സീസഡ് ആൻഡ് ബുറാക്കില്ലേ, അതേപോലെ തന്നെയുള്ള ഏതോ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. രാത്രിയായിട്ടും വലിയ വൈബൊന്നും ഇല്ലല്ലോ. ഞാനത് നോക്കുന്നേ. ഇതൊക്കെ ഇതൊക്കെ നമ്മൾ പകൽ കണ്ട ക്ലബ്ബാണ്. ഒന്നും വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലല്ലോ. എന്തിനാണോ ആവോ? ഇതൊക്കെ പബ്ബാണ്. പിന്നെ പുറത്തുനിന്ന് ഒരുത്തൻ ഡാൻസ് കളിക്കുന്നതെന്നുള്ളത് അകത്താരെയും കാണുന്നില്ലല്ലോ. മേ ബി വീക്കെൻഡ്സ് ആയിരിക്കും ഇവിടെയൊക്കെ. എനിക്ക് തോന്നുന്നു ഭയങ്കര ലൈവ്ലി ആയിട്ട് വരുന്നെന്ന് തോന്നുന്നു. റെസ്റ്റോറൻറ്റുകളും കഫേകളും കോഫി ഷോപ്പുകളും ഒടുക്കത്തെ തണുപ്പാട്ടോ, രക്ഷയില്ല. രാത്രിയിൽ ചില്ലും കൂട്ടിനകത്ത് ആൾക്കാരിരുന്ന് ഫുഡ് കഴിക്കുന്ന നമുക്ക് കാണാം. കൊള്ളാമല്ലേ? ഇത് നമ്മൾ പകൽ കണ്ട ആ സ്ഥലങ്ങളാണ്. നോക്കി, അതൊക്കെ രാത്രി ആയപ്പോഴത്തേക്കിനും കണ്ടില്ലേ എന്ത് ഭംഗിയായി നോക്കി. വേറെ ലെവലായില്ലേ? ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളി. ആൾക്കാരൊക്കെ ചുമ്മാ പുറത്തുനിന്ന് ഷർട്ടും വലിച്ചുകൊണ്ടിരിക്കുക. എല്ലായിടത്തും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. ഇപ്പോൾ സമയം 7 മണി 7:30 ആയതേ ഉള്ളൂ. അതിൻ്റെ ആയിട്ടുള്ള ഒരു ഡിന്നറിൻ്റെ ഒരു സമയം. ടൂറിസ്റ്റുകളെല്ലാം ഇതുപോലെയുള്ള ഹൈ സ്ട്രീറ്റുകളിൽ വരുമല്ലോ നോർമലി. അതാണ് ബേസിക്കലി നടക്കുന്നത്. ഞാനവിടെ ഒരു സുവനീർ ഷോപ്പിൽ കയറി ഞാൻ കുറച്ച് സുവനീറുകളൊക്കെ വാങ്ങിച്ചു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച ഒരു വൈബ് ഇവിടെ നെഹിഹേ. എനിക്ക് തോന്നുന്നു വീക്കെൻഡ് ഓൺലി വൈബായിരിക്കും, അല്ലെങ്കിൽ അവധിയൊക്കെ ആയിരിക്കണം തോന്നുന്നു ഇവിടെ. എന്താണെന്നറിയില്ല. ബുക്ക് യുവർ ഡൈവ് ആൻഡ് പാർട്ടി വിത്ത് അസ്. ഇതെന്താ സംഭവം എന്നറിയോ? ഇത് ക്യാബറേ. നമ്മൾ ഈ ക്യാബറേ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇതാണ് സംഭവം. ക്യാബറേ കണ്ടില്ലേ? ന്യൂ ഇയേഴ്സ് ഈവ് ക്യാബറേ, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ക്യാബറേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ലേ? ക്യാബറേ നൃത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പണ്ടത്തെ മലയാള സിനിമയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സംഭവമായിരുന്നു ക്യാബറേ.
പല ഈ പ്രേം നസീറിൻ്റെ കാലഘട്ടങ്ങളിലുള്ള സിനിമകളിലൊക്കെ ക്യാബ്രയൊക്കെ ഭയങ്കര പോപ്പുലറായിരുന്നു. അപ്പോൾ ആ ക്യാബ്ര ഒരു പബ്ബാണ് ആ കാണുന്നത്. പിന്നെ ഇവിടെ എനിക്കുണ്ടോയെന്ന് അറിയത്തില്ല, വേറെ പല രാജ്യങ്ങളിലും സ്ട്രിപ്പ് ക്ലബ് അടക്കമുള്ള പല പരിപാടികളുണ്ട് ഗൈസ്. അങ്ങനെ പല പല സംഭവങ്ങളും പല നാട്ടിലും ഉണ്ട്. പക്ഷെ അതൊക്കെ കൊണ്ടെന്താ അവിടെയൊക്കെ സേഫാണ്. ഇന്ന് നമ്മൾ കണ്ട മലയാളി ചേട്ടന്മാരില്ലേ, അവർക്ക് 2 പേർക്ക് 2 പെമ്മക്കളാണ് ഉള്ളത്. ഇപ്പോൾ അവർ പറയായിരുന്നു, ഞങ്ങളുടെ 2 പെമ്മക്കളും ഇവിടെ എന്ത് സേഫാണെന്ന് അറിയാമോ, അവർക്ക് രാത്രി ഏത് പാതിരാത്രിയാണെങ്കിലും എവിടെ പോയിട്ടാണെങ്കിലും തിരിച്ചു വരാനായിട്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ദേ ആർ വെരി സേഫ് എന്നൊക്കെ പറഞ്ഞ് അവർ ഇവിടുത്തെ കുറേ കഥകളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ആക്ച്വലി ഞെട്ടിപ്പോയി. നമുക്ക് നമ്മുടെ നാട്ടിൽ പറ്റുമായിരിക്കും, കേരളത്തിൽ പറ്റുമായിരിക്കും, പക്ഷേ ഡൽഹിയിലും മുംബൈയിലും ഒക്കെ നമ്മൾ എത്ര കഥകളാണ് നമ്മൾ ഓരോന്ന് കേൾക്കുന്നത് അല്ലേ. പാതിരാത്രിക്ക് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? പല സ്ഥലത്തും ഇല്ല. സോ ഞാനിതാണ് ഈ പറഞ്ഞത്. പല കാര്യങ്ങളും നമ്മൾ കുറേയൊക്കെ അടിച്ചമർത്തി വെക്കുന്നതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പല സംഭവങ്ങളും മാറി കിട്ടും. I just saw your shop, like it's really good. Can I make a video of your shop? Yeah, it's really good. Yeah. Are you famous? Yeah, I'm a YouTuber from India. Yes, go ahead. You really? You do what you want. Oh, really? Thank you so much. Appreciate. What's your name? Oh, Teo. Okay. I made this. Nice. Okay. Yeah, sure. Yeah, thank you. അപ്പോൾ ഞാൻ ഇവിടെ നടന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു കട കണ്ടേ. പുള്ളിനോട് ഞാൻ ഒരു വീഡിയോ ചെയ്തോട്ടെ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിനോട് ആദ്യം ചോദിച്ചത് ഐ യു ഫേമസ് ആണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സംഭവം തന്നെ, ഇതൊരു മദ്യ ഷോപ്പാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ പലതരത്തിലുള്ള മദ്യം ഇങ്ങനെ കുപ്പിക്കകത്ത് ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ മദ്യം പ്രോത്സാഹിപ്പിക്കുകയോ അങ്ങനത്തെ പരിപാടികൾ ചെയ്യുമൊന്നുമല്ല, പക്ഷേ ഇതൊരു മദ്യ ഷോപ്പാണ്. അതൊക്കെ ഇവിടെ ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം മദ്യം, പലതരത്തിലുള്ള മദ്യം കണ്ടില്ലേ, ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് സാധാരണ രീതിയിൽ എന്താ ഇതുപോലുള്ള മദ്യ ഷോപ്പുകളിൽ നമുക്ക് വന്ന് മദ്യം വാങ്ങിച്ചുകൊണ്ട് പോകാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുറച്ച് സംതിങ് സ്പെഷ്യലാണ്. അതിനിടയ്ക്ക് ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് സുവനീറുകൾ വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക്. മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്രയും വെറൈറ്റി ഓഫ് മദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് കണ്ട താടിക്കാരനായ ചങ്ങായിയാണ് അതിൻ്റെ ഓണർ എന്ന് പറയുന്നത്. ബിയറും ബാക്കിയുള്ള പല സംഭവങ്ങളും, സിഗരറ്റും പിന്നെ സിഗരറ്റും അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് മദ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതൊക്കെ നമുക്ക് അതിൻ്റെ കോമ്പിനേഷൻ സംഭവങ്ങളാണ്. അതായത് നമുക്കിത് വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഓരോന്നോരോന്ന് ഇവിടെ വെച്ചിരിക്കുന്നതാണോ, ഓരോരോ സംഭവങ്ങൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ അങ്ങനെ അത്രയും നിസ്സാരവൽക്കരിച്ചിട്ടാണ് ഇവിടെ ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതെന്ന് നോക്കി കണ്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കപ്പും ഐസും ഒക്കെ ഫ്രീ ആണ്, ജസ്റ്റ് ചോദിച്ചാൽ മാത്രം മതിയെന്ന്. അതായത് ഇവിടെ നിന്ന് ഈ കുപ്പിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ തന്നെ നിന്ന് വേണമെങ്കിൽ കഴിക്കേണ്ടവർക്കൊക്കെ കഴിക്കാം. അതിൻ്റെ എല്ലാ പരിപാടികളും ഇവിടെ അവൈലബിൾ ആണ്. അതാണ് അവർ പറയുന്നത്. പിന്നെ ഈ കാണുന്നതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിഗരറ്റ് എന്ന് പറയുന്ന സംഭവങ്ങൾ. നമ്മുടെ നാട്ടിൽ നിരോധിച്ച സാധനമാണ്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ നിരോധിച്ചതാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും കിട്ടും എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. പലയിടത്തും ആൾക്കാർ ഉപയോഗിക്കുന്നതും കൊടുക്കുന്നതൊക്കെ കാണാൻ സാധിച്ചു. ഇത് സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്ക് സിഗരറ്റ് ഇല്ലാതെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള സിഗരറ്റുകളാണ് ബേസിക്കലി. അപ്പോൾ അങ്ങനെയുള്ള പല സംഭവങ്ങളും വിൽക്കുന്ന ഒരു ഷോപ്പ്. അതാണിത്. അടിപൊളിയല്ലേ? ഇത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഷോപ്പ്. എന്തായാലും പുള്ളിയോട് താങ്ക് യു പറയാം. താങ്ക് യു സോ മച്ച്. നൈസ് ടു മീറ്റ് യു. യുവർ ഷോപ്പ് ഈസ് റിയലി ഗുഡ്. ഐ ലൈക്ക് ഇറ്റ്. താങ്ക് യു. I'm gonna look for Definitely you can look for that. Yeah. Thank you. Bye. പുള്ളി എവിടെ നോക്കാൻ, പുള്ളി എൻ്റെ ചാനലിനെ പറ്റി ചോദിച്ചിട്ടേ ഇല്ല. പുള്ളിയെ കിണ്ടിയാണ്, ഒന്നും പറയണ്ട. പുള്ളി അതിനപ്പുറത്തെ കിണ്ടിയാണ്. അയ്യോ വെള്ളം. എനിക്ക് തോന്നുന്നു പുള്ളി സ്വന്തമായിട്ട് അടിക്കാൻ വേണ്ടി സ്വന്തമായിട്ടൊരു മദ്യ ഷോപ്പ് ബാർ തുടങ്ങിയൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നത്. നൈസ് വൈബുള്ള ആൾക്കാരാട്ടോ എല്ലാവരും. ഞാനേ വരുന്ന വഴിക്ക് 18+ എന്ന് പറയുന്ന സെക്സ് ടോയ്സ് വിൽക്കുന്ന ആ കടയിൽ കയറിയിട്ടോ. ഞാൻ ആക്ച്വലി അവൻ വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയൊന്നുമല്ല, ഞാൻ ചോദിച്ചില്ല. കാരണം അവർ സമ്മതിക്കില്ല, ഓഫ് കോഴ്സ്. കാരണം അത് അങ്ങനത്തെ ഒരു കടയാണല്ലോ. അകത്ത് കയറിയപ്പോഴത്തേക്കിനും ഒരു സ്ത്രീയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, ഞങ്ങളുടെ നാട്ടിൽ ഇതൊന്നും ഇല്ല, അപ്പോൾ ഇത് സംതിങ് ന്യൂ ആണ്, ഞാൻ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അവർ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവിടെ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയാം. മൈ ഗോഡ്, എനിക്ക് പറയാൻ നാണാവുന്നു. നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക, പുരുഷൻ്റെ മെയിൽ ഓർഗൻ, അതായത് പീനസ് ടു ബി ഫ്രാങ്ക്, അതിൻ്റെ പല ഷേപ്പും കാര്യങ്ങളും, അതേപോലെ സ്ത്രീകളുടെ വജൈന, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്.
അതൊക്കെ ബേസിക്കലി സെക്സ് ടോയ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഐ മീൻ സാധനങ്ങളാണെന്ന് തോന്നുന്നു. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ വാങ്ങിക്കാം, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ വാങ്ങിക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയി യൂസ് ചെയ്യാം. അങ്ങനത്തെ സംഭവങ്ങളാണ് അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു തന്നപ്പോൾ അവരെന്നോട് പറയുകയാണേ, വി ഹാവ് ലോട്ട് ഓഫ് കസ്റ്റമേഴ്സ് ഫ്രം ഇന്ത്യ എന്ന്. ഇവിടെ വരുന്ന ഇന്ത്യക്കാരൊക്കെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആണെന്ന്. ഞാൻ പറയാം ആണോ? ഓക്കെ ശരി ആയിക്കോട്ടെ. ഇറങ്ങി വന്നു. 104 നമ്പർ ബസ് അതാ വന്നിരിക്കുകയാണ്. നമുക്ക് തിരിച്ചു പോകേണ്ട വണ്ടിയാണ്. സോ ഇതിൽ കയറി നമുക്ക് തിരിച്ചു പോകണം. ഇത് ടാപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. യെസ്, വീണ്ടും പൈസ പോയല്ലോ. വീണ്ടും പൈസ കട്ടാവും. ഓരോ തവണയും പൈസ കട്ടാവും അല്ലേ? ഇവിടത്തെയൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ, എന്ത് ഹെൽപ്പാണെന്നറിയോ. അത് കറക്റ്റ് സമയത്തിന് വരും. കറക്റ്റ് കണക്ടിവിറ്റി സിറ്റിയുടെ എല്ലാ ഭാഗത്തേക്കും അല്ലാത്തേക്കും എല്ലാം. നമ്മൾ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ട്രാവൽ ചെയ്ത സമയത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ വൻ ശോകമല്ലായിരുന്നു. പബ്ലിക് ട്രാൻസ്പോർട്ടേ ഇല്ലായിരുന്നു. ഇവിടെ മൊത്തത്തിൽ അടിപൊളിയാണ് കണക്ടിവിറ്റി. ബസ്സും ട്രെയിനും എല്ലാം പറയണ്ട. അപ്പോൾ രാത്രി നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഐ ആം ബാക്ക് ടു മൈ ഹോട്ടൽ അഗെയിൻ. അയ്യോ, നാളെ രാവിലെ എണീറ്റ് പോകണം. നമുക്കിനി മോൾഡോവയിലേക്കാണ് പോകേണ്ടത്. കിഷ്നാവ് എന്ന് പറഞ്ഞ അവരുടെ സ്ഥലത്തേക്ക്. അതിവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. റൊമാനിയ വലിയ രാജ്യമാണ്. അപ്പോൾ മോൾഡോവയിലേക്ക് പോകാനായിട്ട് കുറേ ദൂരമുണ്ട്. എങ്ങനെ പോകണം എന്നുള്ളതൊന്നും അറിയത്തില്ല. ഇവിടുന്ന് ബസ്സുണ്ട് ഡയറക്റ്റ്. 8-9 മണിക്കൂർ എടുക്കും. പക്ഷേ എനിക്ക് ബസ്സിൽ പോകാൻ താല്പര്യമില്ല. അതൊരു ഫണ്ണില്ലല്ലോ. നമുക്ക് ട്രെയിൻ എടുത്തിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് പിന്നെ അവിടെ നിന്ന് ബസ്സിലോ എങ്ങനെയെങ്കിലുമൊക്കെ ചോദിച്ച് പറഞ്ഞു പോകാം. നല്ല രസം. ചോദിച്ച് പോകണ്ടേ നല്ല രസം. അപ്പോൾ അതാണ് സംഭവം. ട്രെയിൻ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല റൊമേനിയൻ ഗ്രാമങ്ങളിലൂടെ നല്ല അടിപൊളി ട്രെയിൻ യാത്ര ഒക്കെ കിട്ടും. പിന്നെ നമ്മൾ മോൾഡോവ പോയിട്ട് തിരിച്ച് വീണ്ടും റൊമാനിയ ഇറങ്ങണം. എന്നാലേ നമുക്ക് മറ്റേ ഡ്രാക്കുള കോട്ടയൊക്കെ കാണാൻ പോകാൻ പറ്റുള്ളൂ. ഡ്രാക്കുള കോട്ട കാണണ്ടേ? ഡ്രാക്കുള ഇല്ലേ നമ്മുടെ ഡ്രാക്കുളയുടെ സ്ഥലം ഇവിടെയാണ്. ഡ്രാക്കുള കോട്ടയൊക്കെ ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഹംഗറി പോവും. ബുഡാപെസ്റ്റ്. അതാണ് നെക്സ്റ്റ് പ്ലാനുകൾ. ഹംഗറി, മോൾഡോവ, ഹംഗറി. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ച് റൂമിലെത്തി. സീ യു ഗൈസ് ടുമോറോ. അതുവരെയും ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്. കമൻറ്റ് ചെയ്യണം മറക്കല്ലേ. ബൈ.